ഹായ് ഓൾ. ധീരം എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി എത്തിയിരിക്കുന്ന പുതിയ ചിത്രമാണ് ധീരം. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ജിതിൻ സുരേഷ് ടി ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ദീപു എസ് നായർ ആൻഡ് സന്ദീപ് സദാനന്ദൻ എന്നിവരാണ് ഇതിന്റെ റൈറ്റേഴ്സ്. ഇനി സിനിമയെ പറ്റി പറയാം. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. ഇന്ദ്രജിത്ത് സുകുമാരൻ ഇതിലൊരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലാണ് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കേസന്വേഷണവും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇന്ദ്രജിത്ത് സുകുമാരൻ ഇതിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന റോൾ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ പ്രഡിക്റ്റബിൾ ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ട്വിസ്റ്റുകളോ ടേൺസോ ഒന്നും തന്നെ സിനിമയിലില്ല. നമ്മൾ അഞ്ചാം പാതിരയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ ഒരു ഫ്ലോ തന്നെയാണ് ഈ സിനിമയിൽ. അഞ്ചാം പാതിര എന്ന സിനിമയുമായിട്ട് ചെറിയൊരു കണക്ഷനൊക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ചില സീൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയി കാണിച്ചത് വളരെ ബോറായി തോന്നി. അതായത് ഈ കേസന്വേഷണത്തിന്റെ ഇടയിൽ CCTV ചെക്ക് ചെയ്യുന്ന കുറച്ച് സീൻസ്, അതുപോലെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവർ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആ റോഡിലൊക്കെ സീൻസ്, അതേത് സീനാണെന്ന് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടി ഷോർട്ട് ആകുകയും സിനിമ മൊത്തത്തിൽ കുറച്ചുകൂടി ഷോർട്ട് ആകുകയും ചെയ്യും. ലാഗ് കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. റിപ്പീറ്റഡ് സീൻസ് ഒഴിവാക്കിയ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചുമ്മാ കണ്ടിരിക്കാവുന്ന നല്ലൊരു മൂവി തന്നെയാണ്. സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളൂ എന്നത് മാത്രം എടുത്തു പറയാവുന്ന ഒരു കാര്യം. പുതിയതായിട്ട് ഒന്നും തന്നെ ഈ സിനിമയിലില്ല. എന്തായാലും നിങ്ങളിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.